A.R. Rahman is in the building. നമസ്കാരം. അപ്പോൾ ഞാനിപ്പോൾ വന്നത് കഴിഞ്ഞ ദിവസം A.R. റഹ്മാൻ എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ മ്യൂസിക് ഡയറക്ടർ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒത്തിരി ഗാനങ്ങൾക്ക് സംഗീതം നൽകിയ മ്യൂസിഷ്യൻ, കമ്പോസർ ആൻഡ് ലിറിക്സ് റൈറ്റർ, തീർച്ചയായിട്ടും A.R. റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ നമുക്ക് എല്ലാവർക്കും തന്നെ ഒത്തിരി ഇഷ്ടമായിരിക്കും എന്നുള്ള ഒരു മൈൻഡിലാണ് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ യൂട്യൂബിൽ ഇട്ടിരുന്നത്. തീർച്ചയായിട്ടും അതിൽ വരുന്ന കമൻസുകൾ വായിച്ചപ്പോൾ ഒരു 100-ലെ 75% മാത്രമേ ഇപ്പോൾ മുൻപ് ഉള്ളതിനേക്കാൾ ഈ ഒരു കാലഘട്ടത്തിൽ A.R. റഹ്മാനോട് താല്പര്യം ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. തീർച്ചയായിട്ടും ഒത്തിരി കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ആ കമന്റ്സ് ഒക്കെ ഞാൻ വായിച്ചായിരുന്നു. അതിൽ ഭൂരിഭാഗം പേരും പറഞ്ഞത് A.R. റഹ്മാൻ തന്നെ ആയാൽ മതിയായിരുന്നു. ഈ 2 എന്ന് പറയുന്ന ഉലകനായകൻ അഭിനയിക്കുന്ന ഉലകനായകൻ കമലഹാസൻ അഭിനയിക്കുന്ന ആ ഒരു ചിത്രത്തിൽ വീണ്ടും A.R. റഹ്മാൻ തന്നെ അവസരമുണ്ടായിരുന്നെങ്കിൽ ഒത്തിരി ഹൃദയങ്ങൾ കീഴടക്കിയാനെ എന്ന് പറഞ്ഞ് ഒത്തിരി കമന്റ്സ് അതിനകത്ത് വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അതിന്റെ ഒരു 25%, 100-ൽ 25% വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കണം. അതായത് അനിരുദ്ധിനെ പോലുള്ള വലിയ മ്യൂസിഷ്യൻ എന്തായാലും തീർച്ചയായിട്ടും ഇത് ചെയ്യാനുള്ള യോഗ്യത ഉണ്ട് എന്ന് തന്നെയാണ് അതിൽ 25% പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ബാക്കിയുള്ള 75% A.R. റഹ്മാനെയാണ് സപ്പോർട്ടിങ്. അതിൽ ചിലർ കമന്റ്സ് ഇട്ടാക്കുന്ന വായിച്ചപ്പോൾ ശരിക്കും ഹൃദയവേദന തന്നെ വന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ A.R. റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കാലഘട്ടം കഴിഞ്ഞു എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഒത്തിരി വർഷങ്ങൾക്ക് മുൻപേ ഈ കാലഘട്ടത്തിൽ ഇറങ്ങേണ്ട മ്യൂസിക് അന്ന് ചെയ്തൊരു വ്യക്തിയാണ് അദ്ദേഹം. എന്തായാലും തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരിക്കലും അവസാനിക്കില്ല എന്നുള്ളത് 100 വോൾട്ടേജിൽ പറയാവുന്ന ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ യേശുദാസ് എന്ന് പറയുന്ന ആ മഹാഗായകന്റെ ശബ്ദം ഈ ഒരു സമയം വരെ, ഈ ഒരു നിമിഷം വരെ ഒരു തരി വ്യത്യാസം വന്നിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. തീർച്ചയായിട്ടും മ്യൂസിക് ഡയറക്ടറായ A.R. റഹ്മാന് ഒരിക്കലും അങ്ങനെ ഒരു അവസാനം ഉണ്ടാവില്ല എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. ചിലർ പറയുന്നത് ഈ അടുത്തിറങ്ങിയ ഒട്ടുമിക്ക ഗാനങ്ങളും ഹിറ്റ് ചാർട്ടിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിന്റെ ഒരു പഠനം തന്നെ നമ്മൾ എടുത്തു നോക്കണം. ഒരു 100%, ഒരു 88% വമ്പൻ ഹിറ്റുകൾ മാത്രമാണ് A.R. റഹ്മാൻ ഇതുവരെയും ചെയ്തിരിക്കുന്ന പാട്ടുകളിൽ നമ്മൾക്ക് തന്നിരിക്കുന്നത്. അത് ഒരു ചെറിയ കുട്ടിയുടെ കാതിൽ നിന്നും പോവാത്ത രീതിയിലാണ് അദ്ദേഹം മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. വളരെ മോശമായ അഭിപ്രായങ്ങൾ കമന്റ്സിൽ ഇടാണ്ടിരിക്കുക, അദ്ദേഹത്തിനെ അവഹേളിക്കുന്ന രീതിയിലുള്ള കമന്റ്സ് ഒക്കെ ഉപേക്ഷിക്കുക. അദ്ദേഹത്തിന്റെ കഴിവ് ഒരിക്കലും നശിക്കില്ല. അദ്ദേഹത്തിന്റെ മ്യൂസിക്കിൽ ഒട്ടും തന്നെ മോശവത്താവില്ല എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇപ്പോഴും ദിനംപ്രതി പ്രാക്ടീസിലൂടെയും അല്ലെങ്കിൽ സ്റ്റേജ് പ്രോഗ്രാമിലൂടെയും അദ്ദേഹം ലൈവായിട്ട് ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മ്യൂസിക്കിന് ഒരിക്കലും അഭംഗി ഉണ്ടാവില്ലെന്ന് 100% നമുക്ക് ഉറപ്പുവരാവുന്ന ഒരു സംഭവം. ഈ അടുത്തിറങ്ങിയ ട്രെയിലറൊക്കെ നിങ്ങൾ കണ്ടിരിക്കുന്നതായിരിക്കും. അതിനകത്തുള്ള മ്യൂസിക് ഒക്കെ ഓൾറെഡി നിങ്ങളുടെ കാതുകളിലും ഹൃദയത്തിലും ആഴ്ന്നിറങ്ങിയ ഒരു സംഭവമായിരിക്കും. കാരണം അനിരുദ്ധ് എന്ന് പറയുന്ന ഈ മഹാനായ മ്യൂസിക് ഡയറക്ടർ നമ്മൾ ഒരിക്കലും അവഹേളിക്കുന്നില്ല തീർച്ചയായിട്ടും. പക്ഷെ A.R. റഹ്മാൻ എന്ന് പറയുന്ന ആ മ്യൂസിഷ്യന്റെ ആ ഒരു തലത്തിലെത്താൻ വളരെ സാധ്യത കുറവാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പേഴ്സണലായിട്ട്. അതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഇതിനകത്ത് കമന്റ് ചെയ്യുക. അത് മാത്രമല്ല, ഇപ്പോഴും A.R. റഹ്മാൻ ഒരിക്കലും താഴേക്ക് പോയിട്ടില്ല എന്നുള്ളതിന് ഒത്തിരി തെളിവുകളുണ്ട്. ഒത്തിരി പഠനങ്ങൾ നടത്തിയ ഒത്തിരി തെളിവുകളുണ്ട്. തീർച്ചയായിട്ടും A.R. റഹ്മാൻ എന്ന് പറയുന്ന ആ മ്യൂസിഷ്യൻ ഒരിക്കലും താഴേക്ക് പോകില്ല, ഇനിയും മുകളിലേക്ക് പോകും. എന്തായാലും തീരാ നഷ്ടമാണ്. കാരണം ഇന്ത്യൻ 2 എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിൽ A.R. റഹ്മാന്റെ ഒരു മാജിക് ഇല്ലാത്തത് ഏറ്റവും വലിയ നഷ്ടമാണ്. ആ ഒരു മ്യൂസിക്കിന്റെ ഒരു പവർ പോലും അനിരുദ്ധ് എന്ന് പറയുന്ന ഈ മാജിഷ്യന്റെ കയ്യിൽ നിന്ന് വരാൻ സാധ്യത വളരെ കുറവാണ് എന്നുള്ളത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഇതിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ഇടണം. ഞാൻ A.R. റഹ്മാന്റെ കട്ട ഫാൻ ആയതുകൊണ്ട് പറയുന്നതല്ല. ആദ്യം മുതൽ ഇതുവരെയും ചെയ്തിരിക്കുന്ന ഒത്തിരി സോങ്ങുകൾ നമ്മൾ കാതുകളിലൂടെ കേട്ടും ഹൃദയത്തിലൂടെ ആഴ്ന്നിറങ്ങി പോയ ഒത്തിരി സോങ്ങുകൾ ഇപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്.
ഈ അനിരുദ്ധ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയുടെ സോങ്ങുകൾ അതിന്റെ ഒരു 25% പോലും ജീവൻ ഇല്ലാത്തതാണ് എന്ന് ഞാൻ പറയും. കാരണം ഒരേ ശൈലിയിൽ തന്നെ പോകുന്ന ഗാനങ്ങളാണ് കൂടുതൽ അനിരുദ്ധിനെ നമ്മൾ കേട്ടിരിക്കുന്നത്. അദ്ദേഹത്തിനെ ചവിട്ടിത്താഴ്ത്താനോ മോശവത്തായ രീതിയിൽ അധിക്ഷേപിക്കാനോ അല്ല ഈ വീഡിയോ. എന്തായാലും വളരെ സങ്കടകരമായ ഒരു ന്യൂസാണ് ഇന്ത്യൻ 2-ൽ A.R. റഹ്മാൻ എന്ന് പറയുന്ന മ്യൂസിക് മാജിഷ്യന്റെ കയ്യൊപ്പ് പതിഞ്ഞില്ല എന്നുള്ളത്. അതിൽ ഒത്തിരി കമന്റ്സ് വന്നിരിക്കുന്നതിൽ തീർച്ചയായിട്ടും വളരെ കുറച്ച് ആളുകൾ പറഞ്ഞിരിക്കുന്നത് A.R. റഹ്മാനുമായിട്ട് ശങ്കർ മീറ്റ് ചെയ്തു എന്നും A.R. റഹ്മാൻ അത് നിരാകരിച്ചാണെന്നാണ് പറയുന്നത്. അതായത് അദ്ദേഹത്തിന് ഇതിപ്പോ ചെയ്യാനായിട്ട് പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുക എന്നുള്ളതാണ് A.R. റഹ്മാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നാണ് ഇതിൽ വളരെ കുറച്ച് കമന്റ്സ് വന്നിരിക്കുന്നത്. എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്നുള്ളത് നമുക്കറിയില്ല. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, മീഡിയകളിൽ കണ്ടതുകൊണ്ട് മാത്രം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, A.R. റഹ്മാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒട്ടും തന്നെ സമയം ഇപ്പോൾ ടൈമില്ല എന്നുള്ളതാണ്. കാരണം എല്ലാ രാജ്യങ്ങളിലും സ്റ്റേജ് ഷോകളും ലൈവായിട്ടുള്ള സ്റ്റേജ് ഷോകളും അദ്ദേഹം ഇപ്പൊ സബ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹത്തിന് ഈ ഒരു സിനിമയിൽ ജോയിൻ ചെയ്യാൻ സാധിക്കാഞ്ഞത്. അല്ലാതെ അദ്ദേഹത്തിന്റെ മ്യൂസിക് വളരെ ഡാമേജ് ആയതുകൊണ്ടോ അദ്ദേഹത്തിന്റെ ഇപ്പൊ പഴയതുപോലെ കഴിവില്ല എന്നുള്ളത് കൊണ്ടൊന്നുമല്ല. അദ്ദേഹത്തിന് നന്നായിട്ട് മ്യൂസിക് ചെയ്തതും ചെയ്യുന്നതും നമ്മൾ ഇതുവരെ നമ്മുടെ മുൻപിൽ അല്ലെങ്കിൽ കാതുകളിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങി വന്ന ഒത്തിരി സോങ്ങുകൾ നമ്മൾ ഇതുവരെയും കേട്ടിട്ടുണ്ട്. ഈ ഒരു സെക്കൻഡ് വരെയും തീർച്ചയായിട്ടും പഴയ സോങ്ങുകൾ എടുത്ത് ഇപ്പോൾ കേട്ടാൽ ഈ ഒരു കാലഘട്ടത്തെ മ്യൂസിക്കിനും അപ്പുറത്തേക്കാണ് അദ്ദേഹം അന്ന് ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒട്ടും തന്നെ ചവിട്ടിത്താഴ്ത്തി പറയരുത് എന്നുള്ളത് എന്റെ ഒരു അപേക്ഷയാണ്. കാരണം A.R. റഹ്മാനെ സ്നേഹിക്കുന്ന അല്ലെന്നുണ്ടെങ്കിൽ ഒത്തിരി പ്രേക്ഷകരുണ്ട്. ഒരു 100% ഒരു 88% മ്യൂസിക്കിൽ, അതായത് ഇന്ത്യൻ മ്യൂസിക്കിൽ ഏറ്റവും അധികം അടുത്തിരിക്കുന്ന A.R. റഹ്മാൻ മ്യൂസിക്കിലേക്കാണ്. കഴിഞ്ഞ ദിവസം തന്നെ കൽക്കി എന്നൊരു ചിത്രത്തിൽ ശരിക്കും അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ ഒത്തിരി പ്രേക്ഷകരുടെ ഒരു 25% പ്രേക്ഷകരും വളരെ മോശവത്തായ രീതിയിൽ തന്നെയാണ് പ്രചരിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രായം, അദ്ദേഹത്തിന് കുടുംബത്തിലിരിക്കാൻ സമയമായി എന്നൊക്കെ പറഞ്ഞ് വളരെയധികം അധിക്ഷേപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രായത്തെ അപമാനിച്ചിരിക്കുകയാണ്. അതിനെതിരെ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ അത് കാണണം, അതിന് കമന്റ്സ് ഇടണം. അതേപോലെ തന്നെ A.R. റഹ്മാൻ എന്ന് പറയുന്ന ഈ ഒരു മ്യൂസിഷ്യൻ, കമ്പോസർ, ഇദ്ദേഹത്തിന് ഒരിക്കലും എൻഡില്ല. തീർച്ചയായിട്ടും ഇനി പുതിയ സിനിമകളിലേക്ക് അദ്ദേഹത്തിന്റെ വളരെ മനോഹരമായ രീതിയിലുള്ള മാജിക്കുകൾ ഇനിയും പിറക്കാൻ കിടക്കുകയാണ്. തീർച്ചയായിട്ടും കട്ട വെയിറ്റിംഗ് ആണ്. അദ്ദേഹത്തിന്റെ ഹിറ്റ് ചാർട്ടിൽ എത്തിയില്ല എന്നൊരു കമന്റ്സ് ഇട്ട ആ ഒരു വ്യക്തിയോട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് അതിന്റെ ഏതൊരു സിനിമയാണ്, ഏതൊരു സോങ് ആണ് വളരെ മോശമായ രീതിയിൽ, വളരെ ഡാമേജ് ആയ രീതിയിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നെന്നുള്ള അതിന്റെ എവിഡൻസ് ഒന്ന് നിനക്ക് കമന്റ്സിൽ ഇടാൻ പറ്റുമോ? ഒന്ന് കാണിച്ചേ, ഞങ്ങളൊന്ന് കാണട്ടെ. തീർച്ചയായിട്ടും ഒരു വ്യക്തിയെ ഒരു മോശമായ രീതിയിൽ കമന്റ്സ് ഇടുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ചവിട്ടി താഴ്ത്തുകയോ ചെയ്യുമ്പോൾ അതിനുള്ള എവിഡൻസ് കയ്യിൽ വേണം. തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്തിരിക്കുന്ന മ്യൂസിക്കിൽ വളരെ മോശമായ രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഏതൊരു ചിത്രമാണ് അല്ലെങ്കിൽ ഏത് സോങ് ആണെന്നുള്ളത് ഒന്ന് വെളിപ്പെടുത്താം. ആ ഒരു വെളിപ്പെടുത്തൽ മാത്രമല്ല, ഈ ഇന്ത്യൻ 2 എന്ന് പറയുന്ന ചിത്രത്തിൽ A.R. റഹ്മാനാണോ അല്ലെന്നുണ്ടെങ്കിൽ അനിരുദ്ധാണോ വേണ്ടത് എന്നതിനുള്ള ഒരു കമന്റ്സ് ഈ ഒരു കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഐ ആം വെയിറ്റിംഗ്.